സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് ഇപ്പോൾ ഈ രോഗം പിടിപെട്ടതായി കാണുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ കുട്ടി. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥില, എന്താണ് സംഭവിച്ചത്? ഇന്നലെയാണ് ഈ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതായുള്ള റിസൾട്ട് വന്നിട്ടുള്ളത്. മലപ്പുറം സ്വദേശിയാണ്, 10 വയസ്സുകാരനാണ്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 11 ആയി. ഇതിലിപ്പോൾ 2 പേർ കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, താമരശ്ശേരിയിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സഹോദരൻ ഉൾപ്പെടെ 2 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. അവശേഷിക്കുന്ന ആളുകളെല്ലാം തന്നെ കോഴിക്കോട്, മലപ്പുറം, വയനാട് സ്വദേശികളാണ്. നിലവിൽ ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 3 മാസം പ്രായമുള്ള കുഞ്ഞും ഒപ്പം തന്നെ മലപ്പുറം സ്വദേശിയായ ഒരു യുവതിയും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്തിടെ 3 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. എന്തുതന്നെയാലും നിലവിലിപ്പോൾ സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് മലപ്പുറം സ്വദേശിക്കാണ്. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനി പ്രാദേശികമായി വ്യക്തമാകേണ്ടതാണ്. ഈ കുട്ടി ഏതെങ്കിലും കുളത്തിൽ കുളിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇതിനുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുക. എന്തുതന്നെയായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഓക്കെ, മിഥില ബാലനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറം സ്വദേശിയായ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു എന്ന സ്ഥിരീകരണ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്.